നമ്മൾ പറയുന്നത് അച്ഛന്റെ മോള് തന്നെയാണ്. അതാണ്, വേറൊന്നുമില്ല. നമ്മളെ പെട്ടെന്ന് ഒരുപാടൊന്നും TV ചാനലുകളുടെ ഷോസിലൊന്നും ലക്ഷ്മി വന്നിട്ടില്ല. പക്ഷെ സ്വന്തം നാട്ടുകാരുണ്ട്, പുറത്തുനിന്ന് വന്നിട്ടുള്ള കലാകാരന്മാരുണ്ട്, ഇവരിൽ ചിലരൊക്കെ മിമിക്രി ചെയ്യാറുണ്ട്. എന്നിട്ടും ലക്ഷ്മി ഒരു പേടിയില്ലാതെ എത്ര കോൺഫിഡൻസ് ഉള്ള ഒരു കുട്ടിയാണ് അല്ലേ? ശബ്ദം ഒന്ന് കേൾപ്പിക്കണം. മാമുക്ക കൊച്ചല്ല, ഇങ്ങനെ കാര്യം നമ്മളായിട്ട്, ഇങ്ങനെ ഉമ്മാന്റെ കാര്യം ഞങ്ങൾ ബാപ്പയായിട്ട്. എന്തായാലും എന്റെ ചക്കരക്കുട്ടിക്ക് ഏതായാലും ചെറിയ സർപ്രൈസ് അല്ലായിരുന്നു, ഒന്നൊന്നര സർപ്രൈസ് ആയിരുന്നു മണിച്ചേട്ടാ. പാലക്കാട്ടുകാരിയേ, അവളെ വെല്ലാനുള്ള ഒരാൾ വന്ന്. ഇതാണേ എന്റെ മോളെ, ഞാൻ നേരത്തെ പരിചയപ്പെട്ടു. ആണോ? ഓക്കെ, ഒരു മച്ചൻ എന്നിട്ട് നോക്കാം. ഇതൊരു എന്താ പറയാ, ഒരു ചരിത്രം ഉറങ്ങണ ഒരു സ്ഥലമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അഭിനയിച്ച ക്യാപ്റ്റൻ പ്രഭാകർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. വിജയാനന്ദ് സാറാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പോവാണ്ട് ഈ ഷൂട്ടിങ്ങിന് ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ അവിടെ അഭിനയിക്കാൻ വരും. അപ്പോൾ ഒരു ദിവസം 125 ഉറുപ്പ്യ കൂലിയും പിന്നെ ഇഡ്ഡലി, ചോറ്, മീൻകറി അങ്ങനെയൊക്കെ കിട്ടും. ഞങ്ങൾ കുറേ ഗ്യാങ്ങുകൾ കൂടി ഇവിടെ വന്ന് അഭിനയിക്കാൻ വരും. അപ്പോൾ അന്ന് വിജയാനന്ദ് സാറിന് ഞാൻ മിമിക്രി കാണിച്ചു കൊടുക്കാറുണ്ട്. വിജയാനന്ദ് സാറുമാർ സംസാരിക്കുന്ന മാതിരി, എന്ന് കച്ചിക്കാരനുക്കും പങ്കിരിക്ക്, കിടത്തൽക്കാരനുക്കും പങ്കിരിക്ക്, എന്നെ വീരഭദ്ര എന്ന പുരിയാളാ. അപ്പോൾ ഞാനത് സ്പോട്ടിലേക്ക് വെച്ച് ആളെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അന്ന് ഈ തമിഴ് അറിയാവുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കൂട്ടുകാരന്മാർ മലയാളികൾക്കൊക്കെ ഞാനാണ് തമിഴ് മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇന്നമാതിരി അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കാറുണ്ട്. അങ്ങനെ പോയി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബിരുദം 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യമൊക്കെ എഴുതി കുത്തി, മാഷുമാരൊക്കെ ജയിച്ചു, ഞാൻ തോറ്റു എന്നുള്ളൊരവസ്ഥയിലായി. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ വിജയകാന്ത് സാറ് കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാലക്കുടിക്കാരൻ മണി, ഈ കലാഭവൻ മണി ഒരു സിനിമാ നടനായിട്ട് വിജയകാന്ത് സാറിൻ്റെ പടത്തിൽ ഒരു വില്ലനായിട്ട് ഞാൻ മദ്രാസിൽ ചെല്ലുമ്പോഴാണ് ആള് പറയണത്. അപ്പം എന്നെ കണ്ടപ്പോൾ ആള് പറഞ്ഞു, നീ എന്ത് മിമിക്രി പண்ற കലാഭവൻ മണി தானே, எனக்கு தெரியும், இப்போ கொஞ்சம் உடம்பெல்லாம் ரொம்ப ஏற்றிருக்க, நல்லா இருக்க മണി. സാർ നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. അങ്ങനെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ നാട്ടിലേക്ക് എനിക്കത് പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിച്ച് പറയാൻ സന്തോഷം തോന്നി. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആളവിടെ വായോ. പേരെന്താ പറഞ്ഞ? രജി ബദ്രി. എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സബിതാ ബേട്ടിയുടെ ഒരു അല്ലേ, സബിതാ ബദ്രി എന്ന് പോലെ ഇരിക്കണ്ടല്ലേ. അങ്ങനെ ഒരു കട്ട് മാതിരി തോന്നി. വീടെവിടെ? കയ്പമംഗലം. അത് ഇവിടെ കൊടുങ്ങല്ലൂർ സൈഡല്ലേ? കൊടുങ്ങല്ലൂർ സൈഡിനൊരു പ്രത്യേകത, നിങ്ങളുടെ നാടിനൊരു പ്രത്യേകത. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഷയാണ് കൊടുങ്ങല്ലൂർ, കോഴിക്കോട്. കാരണം കൊടുങ്ങല്ലൂർ ഭാഷ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭാഷയിൽ തന്നെ ഒരു താളുണ്ട്, ഒരു പാട്ടുണ്ട്. അവർ പറയണേ, അള്ളാനാണ് എനിക്ക് പറയാൻ പറ്റൂല പടച്ചോനെ, ഞാൻ മച്ചാട്ട് ബസ് കാത്തു നിൽക്കണായിരുന്നു, ആ മച്ചാട്ട് ബസ് കാത്തു നിൽക്കണായിരുന്നു. അപ്പോഴാണ് സുബ്ഹാനല്ലാ, ഉമ്മ കുറച്ച് മത്തി വാങ്ങിച്ചായിരുന്നേ, അത് വാങ്ങിച്ച് കറി വെച്ച് വന്നപ്പോ കുറെ നേരം, പിന്നെ അപ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്നുള്ളൂ. ഒരു ഓളമാണ്, അതൊരു താളം തന്നെയാ. അപ്പൊ എന്തായാലും കയ്പമംഗലത്ത് ആ താളമുള്ള ആളുടെ ഒരു പാട്ടൊക്കെ പാടില്ല. എന്ത് പാട്ടാ പാടാറ്? കവിത പാടും. ഇപ്പൊ ഏറ്റവും ഈ മൂഡിൽ, ഈ ഒരു അവസ്ഥയിൽ എന്ത് പാട്ട് പാടാനാ തോന്നണ? മാമ്പഴ കുഞ്ഞോരേ മംഗളാരി മഠത്തിലെ പെണ്ണ്, മാമ്പഴ കുഞ്ഞോരേ മംഗളാരി മഠത്തിലെ പെണ്ണ്, മാമ്പഴ കുഞ്ഞോരേ. മംഗളാരി മഠത്തിലെ പെണ്ണ്, മാമ്പഴ കുഞ്ഞോരേ മംഗളാരി മഠത്തിലെ പെണ്ണ്, മാമ്പഴ കുഞ്ഞോരേ. മംഗളാരി മഠത്തിലെ പെണ്ണ്, മാമ്പഴ കുഞ്ഞോരേ മംഗളാരി മഠത്തിലെ പെണ്ണ്, മാമ്പഴ
മംഗളാരി മഠത്തിലെ വെണ്ണ മാമ്പഴ കുഞ്ഞോതേ. എന്തായാലും പാട്ട് ഗംഭീരമായി കലക്കി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൊ നിങ്ങളിവിടെ ഇറക്കിയില്ലേ, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരണില്ല. കാരണം എന്താ, എനിക്ക് വെയിലത്ത് നിൽക്കാൻ പാടില്ല. ഞാൻ ഇപ്പൊ അത്യാവശ്യം കുറച്ച് കളറൊക്കെ വെച്ച് വരണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കറുത്ത് പോകാൻ പാടില്ല. കാരണം നമ്മൾ മമ്മൂക്കാന്റെ ലാലേട്ടന് സുരേഷ് ഗോപിയുടെ വേഷമൊക്കെ കിട്ടുമെന്ന് പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ കളർ എന്തായാലും ഞാൻ കളയണില്ല. ഇതേ നേരം അങ്ങോട്ട് വയ്ക്കാൻ നിങ്ങൾ താഴെ കണ്ട അവിടെ എന്റെ ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആൾ എന്നെക്കാളും തിരക്കുകളിലാണ്ട് പാട്ട് പാടുന്ന കൂട്ടത്തില്ല, നാടൻ പാട്ടൊക്കെ. മോള് കണ്ട ദേ നോക്കി അവിടെ നോക്കിയ കണ്ടില്ലേ? ആ അപ്പൊ നമുക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും അങ്ങോട്ട് ചെല്ലുക. ഞാൻ കുറച്ച് കഴിയുമ്പോ നിങ്ങളുടെ കൂടെ വരാം. എന്നാ പോയിക്കോട്ടെ. ആ അവിടെയാണ്. അപ്പൊ ചാച്ചാ ഞാൻ അങ്ങോട്ട് വരാം പറ്റണെങ്കിൽ കേട്ടാ. ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. ആ കറിയുടെ പേരാണ് റിക്കങ്ങമ്മ. ആ അതന്നെ റിക്കങ്ങമ്മ, തിരിച്ചു പറഞ്ഞാൽ മാങ്ങാക്കറി. ഈ മാങ്ങാക്കറിക്ക് വേണ്ട സാധനങ്ങൾ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, തേങ്ങാപ്പാല്. ലാസ്റ്റ് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീളം മുളക്. നിങ്ങളുടെ ഇവിടെ എന്താ പറയാ, വത്തമുളക്? വത്തമുളക് എന്നല്ലേ, പച്ചല്ല, ചുമന്ന മുളക്, കൊല്ലം മുളക്. ആ കൊല്ലം മുളക്. അത് ചട്ടിയിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ ഇത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ മുളക് അതിലിടുമ്പോൾ സൗണ്ട് ഉണ്ടാവും. കറിവേപ്പിലും കൂടി ആ സൗണ്ടൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ അതിലേക്ക് വീണ്ടും കറിയിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മൾ ആ മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ആ മാങ്ങാക്കറിയിലേക്ക് പോവാം അല്ലേ. മോള് വീട്ടിൽ കറി വെക്കാറുണ്ടോ? എന്താ ചൂടുള്ള ചൂട് സാമ്പാർ? സാമ്പാർ എങ്ങനെ വെക്കുക? അതാണ് വെക്കാറിയുന്ന ആള് പറഞ്ഞത്. സാമ്പാർ എങ്ങനെ വെക്കാന്ന് ചോദിച്ചപ്പോ നിങ്ങളൊക്കെ വെക്കണ പോലെയൊക്കെ തന്നെ അല്ലേ? എന്നിട്ട് അത് കഴിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നോക്കട്ടെ, ഇത് നരീനെ കണ്ട ഞാൻ. സാമ്പാർ വെക്കുന്ന ആളല്ലേ? ഇങ്ങനെയാ കത്തി? അത് ടൗല കൊണ്ട് കൊടുക്ക്, ഇങ്ങോട്ട് മാറി കണ്ടേ. എൻ്റെ മോള് വീട്ടിൽ നന്നായിട്ട് ദോശ ഉണ്ടാക്കും, അടിച്ചു വാരും. ആ ദോശയൊക്കെ ഓക്കെ. ദോശ ഉണ്ടാക്കും, അടിച്ചു വാരും, പിന്നെ ചമ്മന്തി ഉണ്ടാക്കും, എല്ലാം ചെയ്യും. അപ്പം അതേമാതിരി കൊച്ചുകുട്ടികൾ ചെറുപ്പം മുതൽ ചെയ്യണ്ടേ? അതെ, ഇത് എളുപ്പ പരിപാടിയല്ലേ, 4 മതി അല്ലേ? അല്ലേ? ആ വേണ്ട, അത് വേണ്ട, അതൊന്ന് കൊടുത്തേ. ഇതിൽ നിന്ന് ഒരു പീസ് കൂടി ആക്കാൻ പറ്റുമോ? ഇനി ആ ടൗലും കൂടി കൊടുത്തേക്ക്. കൊടുക്ക്, നോക്കട്ടെ എത്ര എന്തൊക്കെ ചെയ്യാൻ അറിയണ്ടല്ലേ. ഇവിടെ ഇപ്പൊ വാചകകലയിലും ഒക്കെ പുരുഷന്മാര് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. എന്താ മാഷിന്റെ അഭിപ്രായം? അല്ലേ? 3 കറി വെക്കും. ആഹാ, അത് 3 കല്ല്. സാധാരണ 3 കല്ല വെക്കാറ് അടുപ്പ് കൂട്ടാനായിട്ട്. മാഷ് 3 കറി വെക്കും. എന്തൊക്കെ കറി? ഉച്ചക്ക് വെക്കും, പിന്നെ വേണ്ടെന്ന് വെക്കും. ലാസ്റ്റ് വീട്ടില് ഭാര്യയും പറയും മാഷും വേണ്ടെന്ന് പറയും. അല്ല, എല്ലാം വേണ്ടെന്ന് വെക്കണോണ്ട് മാഷ് ഇത്രയും കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോ ചേച്ചിക്ക് എന്തെങ്കിലും വേണ്ടെന്ന് വെക്കണ്ടേ? എന്തായാലും മാഷ് ആ കറി വെച്ചല്ലോ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെന്താ മാഷ, നമുക്ക് അതിങ്ങനെ നന്നായിട്ട് കാണിക്കണം, എന്നാലാണ് അതിന്റെ ഒരു മറ്റേ ആ ടേസ്റ്റ്. ഇപ്പൊ തന്നെ കഴിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നിപ്പോല്ലേ? മാങ്ങക്കറി കണ്ടുപിടിച്ച് മാവ് ഞാനോ? നമ്മളിങ്ങനെ കണ്ടു പഠിക്കല്ലേ ഓരോന്ന്. എല്ലാം ഈ കണ്ട കാലം വരെ ഓരോന്ന് കണ്ടു പഠിച്ചാണ് ഇപ്പൊ ഇങ്ങനൊക്കെ ആയി തീർന്നത്.
പക്ഷെ ഇതിന്ന് വേറൊരു പുതിയ തരം മാങ്ങാക്കറി ഉണ്ടാക്കാൻ പഠിച്ചില്ല. എങ്ങനെ? ഇത് അവിടെ എല്ലാവരും ഉണ്ടാക്കുന്ന മാങ്ങാക്കറിയാണ്. കണ്ട് പഠിച്ച് ഇങ്ങനെ ഒരു വേറൊരു മാങ്ങക്കറി ഉണ്ടാക്കാൻ പഠിച്ചോ. ഞാനാ? പിന്നെ നമ്മളെല്ലാ ടൈപ്പ് കറി ഉണ്ടാക്കരുത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 ടൈപ്പ് കറികൾ ഉണ്ടാക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ കറി ഞാൻ തന്നെ പറഞ്ഞു നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒരു കുറവി ഒരു ആർപ്പൊക്കെ ഒന്ന് വിളിച്ചെങ്കിലേ ഇവനൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി കടുകും ഇതൊക്കെ താളിച്ച് അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കാം അല്ലേ? നമ്മൾ ഒരുപാട് നാടൻ പാട്ട് കേട്ടു. ഇനി പാടാൻ പോകുന്ന ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ അടുത്താണ് ഒരു ആണിന്റെ ശൗര്യവും ആണിനേക്കാൾ വീര്യവുമുള്ള നാടൻ പാട്ട് പാടുന്നത്. അതും എൻ്റെ നാട്ടുകാരെയാണെന്ന് ഞാൻ അറിഞ്ഞത് ഈ വളരെ അടുത്താണ്. എനിക്ക് ഒരു സൗണ്ട് ടെസ്റ്റിന് വേണ്ടി മാത്രം നല്ലൊരു ഹൈ പിച്ചിൽ എന്തെങ്കിലും ചെറിയൊരു വിരുദ്ധമാര് എന്തെങ്കിലും പാടാമോ? ആദി പറഞ്ഞ മുത്തപ്പന്മാരെ കൂലോം പറഞ്ഞ മുത്തിമാരെ ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ 4 കോടി 42 ഈശ്വരന്മാർ തുണിയായി വന്നിരിക്കണം എന്റെ അപ്പന പൂപ്പമാരെ ഏകടകർമ്മോ കൈക്കൊള്ളണട്ടോ എന്റെ അപ്പന പൂപ്പമാരെ. ഇതൊരു പക്ഷേ ഈ പറയുന്ന വാക്കുകള് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ അർത്ഥം അറിയുള്ളൂ. എന്നെങ്കിലും ഇപ്പൊ ഈ പാടിയ പാട്ടിന്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എഴുതിയെടുത്തിട്ട് ആരെങ്കിലും പോയി ചോദിച്ച് നോക്കുക എന്താണെന്നുള്ളത്. ഇതൊരു ഈ അടിവയറ്റി എന്ന് വരുന്നൊരു എന്താ പറയാ ഒരു മണ്ണിന്റെ മണമുള്ള ആ ഒരു ശക്തി അങ്ങനത്തെ പാട്ടാണ്. മറ്റിപ്പോ സിനിമാ ഗാനങ്ങൾ ഒരുപാടൊക്കെ ഉണ്ട്. ഞാനും സിനിമയിൽ കുറെ പാട്ട് പാടി. ഇപ്പൊ പാട്ടുകൾക്ക് വരില്ല വരികൾ തീർന്നുപോയി. അതുകൊണ്ട് തന്നെ പാട്ടുകൾ അങ്ങനെയായി. പക്ഷേ നാടൻ പാട്ട് ഒരിക്കലും മരിക്കില്ല. നാടൻ പാട്ട് ഇനിയും ജീവിച്ചു കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ കൊച്ചനുജത്തി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ നാനേ നന്നാ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ നാനേ നന്നാ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ നാനേ നന്നാ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ നാനേ നന്നാ. വന്ദേ പരമേശൻ പാർവതി തനുമായി കൈലാസവൻ മാല തന്മുകളിൽ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനേ നന്നാ. ഒന്നിച്ചു ബാലകന്മാരുമായോരോരോ നിലകൾ പൂണ്ടു വസിക്കും കാലോ തന്നാനെ നാനാനെ നാനേ നന്നാ. അന്നൊരു നാലില നാരദ മാമോനി പഴപ്പഴക്കനി കാഴ്ച വെച്ചു തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനേ നന്നാ. വാഴപ്പഴം കണ്ടിട്ടും നീകളിരുവരും തമ്മിൽ പറഞ്ഞു പിണക്കമായി തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനേ നന്നാ. പകുതി എനിക്കെന്നും പകുതി നിനക്കെന്നും തമ്മിൽ പറഞ്ഞു പിണങ്ങിടുന്നു പകുതി എനിക്കെന്നും പകുതി നിനക്കെന്നും തമ്മിൽ പറഞ്ഞു പിണങ്ങിടുന്നു. എന്നതോ
മൂന്നു വലം വെച്ചു വന്നിട്ടു മുന്നിലടുക്കുന്നവർക്കു തന്നെ എന്നതു കേട്ടപ്പോൾ വേലായുധന്മായിൽ എറിനട പൂണ്ടു വേഗമോടെ മുഷികവാകനേതും കുറയാതെ അച്ഛനെ മൂന്നു വലത്തം വെച്ചു അങ്ങനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ നാനേ നന്നാ തന്നാനെ നാനാനെ തന്നാനെ അങ്ങനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ നാനേ നന്നാ ഇനി അടുത്ത ഗാനം പാടാൻ പോകുന്ന ഒരു പ്രത്യേക ഒരു ടൈപ്പാണ്. കാരണം ഒരു വാക്ക് കിണ്, നമ്മൾ എന്തെങ്കിലും പറയണേ കിണ് എന്നുള്ളൊരു വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നിക്കണ്, കിടക്കണ്, പോകണ് എന്ന് പറയില്ല. അതേമാതിരി ഒരു കിണ്, ആ കിണ് കൊണ്ട് ഇവൻ എന്ത് കിണുകാണ് കാണിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ജലാൽ കോഴിക്കോടാണ്. ഓ അസ്സലാം വലൈക്കും. എന്തായാലും കുറച്ച് കഴിഞ്ഞെങ്കിലും ഈദ് മുബാറക്. അപ്പൊ എന്തായാലും ജലാല് ഒരു കിണ് വെച്ചൊരു ഗാനം ആലപിക്കാൻ പോവാണ്. ഇവിടെ എന്ത് നടക്കുന്നോ ആ സംഭവത്തെ കുറിച്ചാണ് ജലാല് പാടാൻ പോകുന്നത്. മലപ്പുറം എവിടെ വീട്? കോഴിക്കോട്. കോഴിക്കോട് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുള്ള സ്ഥലമാണ്. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. തകർക്കും. കുറച്ച് പൈസമൊക്കെ കിട്ടിക്കണ്, ഞമ്മള് സ്വപ്നം കണ്ടിക്കണ്, ഈടം മൊബൈല് വാങ്ങിക്കണ്, ഞെക്കി കുത്തി ഹലോ എന്ന് പറഞ്ഞിക്കണ്, ആരാന്ന് ചോദിച്ചിക്കണ്, കൽപ്പിക്കേണ്ട മോന്തെന്ന് കേട്ടിക്കണ്, വിറച്ചിട്ട് മൊബൈല് വീണിക്കണ്, ഒട്ടിട്ടില്ല പടച്ചോൻ കാത്തിക്കണ്. ആ ആ ആ ആ ആ ആ ആ കൈരളി തുറന്നിക്കണ്, ഓണത്തിന് പ്രോഗ്രാം കണ്ടിക്കണ്, മണിച്ചട്ടൻ ഫിഗറിൽ വന്നിക്കണ്, അടിപൊളി പാചകം തുടങ്ങിക്കണ്. ആ ആ ആ ആ ആ ആ നടന്മാരെ കണ്ടിക്കണ്, ഇതൊരു സ്റ്റൈലനാന്ന് തിരിഞ്ഞിക്കണ്, മണിച്ചേട്ടൻ ചട്ടി ഒന്ന് വെച്ചിക്കണ്, മുളക് പൊടി അങ്ങോട്ട് മാക്കിക്കണ്. ആ ആ ആ ആ കല പോലെ ചേർന്നിക്കണ്, മൂപ്പര് മിമിക്രിയിൽ നിറഞ്ഞിക്കണ്, പിന്നെ ഓട്ടോറിക്ഷ ഓട്ടിക്കണ്, പിന്നെ സിനിമ നടനായിക്കണ്. ആ ആ ആ ആ ആ ആ കയ്യിലൊന്ന് കൊടുത്തിക്കണ്, മൂപ്പരോട് ഇളക്കാൻ പറഞ്ഞിക്കണ്, അത് അടുപ്പത്തെടുത്തിക്കണ്, മണിച്ചട്ടൻ ഡാൻസ് തുടങ്ങിക്കണ്. ആ ആ ആ ആ ഫിഗറില് നിന്നിക്കണ്, മണിച്ചട്ടൻ മാങ്ങാക്കറി ഉണ്ടാക്കിക്കണ്, നമ്മക്ക് പഠിപ്പിച്ച് തന്നിക്കണ്, മണിച്ചട്ടന്റെ കവളക്കുഴി കണ്ടിക്കണ്. ആ ആ ആ ആ ആ കൈരളി വന്നിക്കണ്, മണിച്ചേട്ടൻ ആശംസ പറഞ്ഞിക്കണ്, ഓണത്തിന് പ്രോഗ്രാം വന്നിക്കണ്, ചേട്ടന്റെ പല്ലൊന്ന് പോയിക്കണ്. ആ ആ ആ ആ ആ ഭരതനാട്യം തുടങ്ങിക്കണ്, ചേട്ടൻ ഡാൻസ് ഒന്ന് തുടങ്ങിക്കണ്, മൂപ്പര് രണ്ടെണ്ണം വിട്ടിക്കണ്, നല്ല പൂത്തായി നിന്നിക്കണ്. ആ ആ ആ 60 കഴിഞ്ഞിക്കണ്, പ്രായം 70-ലെത്തിക്കണ്, കൂട്ടി കർമ്മിച്ച് വന്നിക്കണ്, സ്വർണത്തിന്റെ വളട്ട് വന്നിക്കണ്. ആ ആ ആ ആ ഉണ്ടാക്കിക്കണ്, മൂപ്പര് മിക്സി ഒന്ന് വെച്ചിക്കണ്, മിക്സിയില് ജ്യൂസ് ഒന്ന് അടിച്ചിക്കണ്, ഞാന് പൊട്ടി പൊട്ടി ചിരിച്ചിക്കണ്, അടിപൊളി കുറി ഒന്ന് കണ്ടിക്കണ്, നമുക്കന്റെ പല്ലൊന്ന് കണ്ടിക്കണ്, മൂപ്പര് ഇങ്ങനെയാക്കിക്കണ്, മൂപ്പര് ഫിഗറിൽ നിന്നിക്കണ്. ആ ആ ആ ആ
വിശന്ന് വന്നിക്കണ് ഓണപ്പാട്ടൊന്ന് പാടിക്കണ് മൂപ്പർക്ക് 60 കഴിഞ്ഞിക്കണ് താടിമുടി കറപ്പിച്ച് പോന്നിക്കണ് പെൺകുട്ടികള് വന്നിക്കണ് ഫിഗറിൽ പാട്ടൊന്ന് പാടിക്കണ് ആ കുട്ടി ലിപ്സ്റ്റിക് ഇട്ടിക്കണ് ഈ കുട്ടി വെറലൗലി തേച്ചിക്കണ് മേക്കപ്പ് ചെയ്തിക്കണ് മേക്കപ്പ് മേനെയും കൊണ്ടുവന്നിക്കണ് മേക്കപ്പ് മാൻ പ്രതിഫലമൊക്കെ ആയിക്കണ് മൂപ്പര് ഉള്ളി മുറി തുടങ്ങിക്കണ് ഉള്ളി ഒന്ന് മുറിച്ചിക്കണ് മണിച്ചട്ടം പൊട്ടി പൊട്ടി കരഞ്ഞിക്കണ് ഉള്ളി സ്പൂണിൽ അരിഞ്ഞിക്കണ് പഹയൻ ട്രൗസർ ഇട്ട് വന്നിക്കണ് മിമിക്രിയിൽ തുടങ്ങിക്കണ് പിന്നെ ഓട്ടോയില് പോയിക്കണ് പിന്നെ നടനായി മാറിക്കണ് തമിഴിൽ അരങ്ങേറ്റം കുറിച്ചിക്കണ് പൈസമ്മക്ക് കിട്ടിക്കണ് ഓണപ്പാട്ടൊന്ന് തീർന്നിക്കണ് നമ്മളെ ശ്വാസം മുട്ടിക്കണ് പാട്ട് ഇവിടെ നിർത്തിക്കണ് നമ്മൾ പാടിക്കണ് നിങ്ങൾ കണ്ടിക്കണ് നമ്മളെ പാട്ട് ഇവിടെ തീർന്നിക്കണ് ഇനി നമ്മൾ ജയചന്ദ്രൻ കടമ്പനാട്ട്, അദ്ദേഹം ഒരു കടമ്പ കടക്കാൻ പോവാണ്, കടമ്പനാട്ട്. എന്തായാലും നമുക്ക് നല്ലൊരു അടിപൊളി ഗാനമാണ് അദ്ദേഹം ഇവിടെ പാടാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ എല്ലാ ആൾക്കാരുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ അവിടെ അല്ല, കൈ ഇവിടെ ഇപ്പം അങ്ങടെ നോക്കുന്നത്. അത് ശരി കണ്ടാ, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേനെ. കാരണം ഏകദേശം ഒരു ജോഡിയൊക്കെ പോലെ തോന്നുന്നുണ്ട് അല്ലേ? നാണായിട്ടോ പാവം. ആ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് കാളിക്കുട്ടി. കണ്ടാ, ഇപ്പോഴും കുട്ടിയാന്നാ വിചാരം. എന്താ കാളിക്കുട്ടിയേ? ആള് നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും, നമുക്ക് കാണാം. എന്തായാലും മാഷിന് ഞങ്ങള് ഈ വേദി തുറന്നു തന്നിരിക്കുന്നു, അടിച്ചു പൊളിക്കും. മന്നേ മധുരയിലെ കൊച്ചു മരുക്കുളം പൂം ചേലക്കാരി തേനേ ഏനക്കെൻറടിയടി നാൻ താനടി ഒന്നു താനാനേ താനാനേ തന്നെ താനാനേ 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 മാലേ മധുരയിലെ കൊച്ചു മരുക്കുളം പൂ ചേലക്കാരി തേനേ ഏനക്കെൻറടിയടി നാൻ താനടി പൊന്നുരുഷൻ താനാനേ താനാനേ തനി താനാനേ 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 തനി താനാനേ 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 ഇനി നമുക്ക് പഴയ കാലങ്ങളൊക്കെ എന്താ പറയാ, പാടത്തൊക്കെ പണിക്ക് പോകുന്ന ആ നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് ഓർക്കുമ്പോൾ വയലിലേക്ക് ഞാറിങ്ങനെ വലിച്ചു വീക്കി അവിടെ നിന്ന് വിളിക്കും, "ഊയ്" എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഒരു കൂവലുണ്ടാവും. ആ പാട വരുമ്പത്തിരുന്ന് കഞ്ഞിയും നല്ല ചമ്മന്തിയും ഒക്കെ കൂട്ടി കപ്പയും ഒക്കെ കഴിക്കും, നല്ല പച്ചമുളകും പിന്നെ നല്ല ഉള്ളിയും കുറച്ച് പുളിയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ തിരുമ്പി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ കപ്പ കൂട്ടി കഴിക്കാൻ ഭയങ്കര രസം. അന്നത്തെ ഏറ്റവും വലിയ കറി അതാണ്. അപ്പൊ നമ്മളൊക്കെ ആ കാലങ്ങൾ ഓർമ്മ വരികയാണ്. ആ പഴയ കാല അച്ഛൻ പറയുന്നതും അമ്മയെ കാണാൻ പോകാന്ന് പറയുന്നതും ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. എന്നാലും പക്ഷേ നിന്റെ പേര് പറഞ്ഞേ? എന്റെ പേര് രഞ്ജിത്ത്. രഞ്ജിത്ത്, നീ എന്നെ അനുകരിച്ചൊക്കെ പാടുന്ന അല്ലേ? ശരി, എന്തായാലും കുഴപ്പമില്ല. കലാഭവൻ മണിയെ പോലെ തന്നെ അനുകരിച്ച് പാടുന്ന ഒരു കലാകാരനാണ്. വീടും ചാലക്കുടി തന്നെയാണ്. ചാലക്കുടി തന്നെ. ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യരുടെ കാര്യങ്ങൾ ആരാക്കെ ഏത് വഴിക്കൊക്കെ പോയിന്ന് ഒരു പിടിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ. കാരണം എന്നെ പോലെ പാടുക, അവൻ എന്നെ പോലെ പാടുക എന്നൊക്കെ പറയുമ്പോ പേടിയാവാ. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളൂ നമുക്ക് ഈ പാട്ടിൽ കൂടെ നമുക്കറിയാം. അതിനു മുമ്പ് ഞാൻ ആ മാങ്ങാക്കറി ഒന്ന് താളിച്ചോട്ടെ. ആയിക്കോട്ടോ. നീ ഇവിടെ താളിച്ചോളൂ കേട്ടോ. താളിച്ചോളൂട്ടോ. ആയിക്കോട്ടെ. നടക്കട്ടെ, നടന്നോട്ടെ. പാടിക്കോട്ടെ, മ്യൂസിക് കിട്ടുള്ളൂ. ഓക്കേ.
തന്നിന്ന താന ഐ തന്നാന താന തന്നാന താന അച്ഛനെ കാണാൻ പൂവാടി വണ്ണ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പൂവാടി വണ്ണ അച്ഛനെ കാണാൻ പൂവാടി വണ്ണ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പൂവാടി വണ്ണ പൂവാടി വണ്ണ അച്ഛനെ കാണാൻ പൂവാടി വണ്ണ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി വണ്ണ പൂവാടി വണ്ണ പൂവാടി വണ്ണ അച്ഛനെ കാണാൻ പൂവാടി വണ്ണ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി വണ്ണ പൂവാടി പെണ്ണേ പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ടി അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ